ദൈവനാമത്തിന് മഹത്വം. ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വന്ന് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ സഭയായിട്ട് കർത്താവ് ഇടയാക്കി. കർത്താവിന് നന്ദി കരേറ്റാം. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നാം സഭായോഗങ്ങളിൽ സ്പെഷ്യൽ മീറ്റിംഗ്സിലൊക്കെയും വളരെ പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് ധ്യാനിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളെല്ലാവരും ഓർക്കുന്നത് പോലെ നാം പ്രിയ ദേവദാസന്മാരോട് ഓർത്തു ഉയരത്തിലുള്ളത് ചിന്തിക്കുക. തിങ്ക് അബൌട്ട് തിങ്സ് അബൌട്ട്. വീണ്ടും നാം ചിന്തിച്ചു ദൈവത്തിൻ്റെ ഹിതം, അണ്ടർസ്റ്റാൻഡിങ് ഗോഡ്സ് വിൽ. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ പ്രവർത്തിക്കുക. മാത്രമല്ല ദൈവിക സമയം, കാലം, ഗോഡ്സ് ടൈമിംഗ്, അതിനെക്കുറിച്ചും നാം ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം വളരെ പ്രാധാന്യമേറുന്ന വിഷയങ്ങളാണ്. ആത്മീകമായിട്ട് നാം അത് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കുമ്പോൾ വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനോട് ചേർന്ന് നമുക്ക് ആത്മീകമായിട്ട് ഉണർവിന് വേണ്ടി അല്ലെങ്കിൽ ചിന്തിക്കേണ്ടിയ വിഷയങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു വിഷയമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. പ്രാരംഭമായിട്ട് ആമുഖമായിട്ട് നമുക്ക് ചില വേദഭാഗങ്ങൾ വായിക്കാം. ആരെങ്കിലും ഒന്ന് മലയാളത്തിൽ വായിച്ച് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായം 7-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ. ജോബ് ചാപ്റ്റർ 26 വേഴ്സസ് 7 down to 14. അതിനുശേഷം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കൊലോഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 15 down to 17. ആദ്യം ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അത് കഴിഞ്ഞ് കൊലോസ്യർ 1-ന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ദൈവനാമത്തിന് മഹത്വം. 2 വേദഭാഗങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചത്. ഈ 2 ഭാഗങ്ങൾ വായിച്ചപ്പോൾ തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന സത്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്ന സർവശക്തനായിട്ടുള്ള ദൈവത്തിൻ്റെ ചില സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ വിശേഷമായിട്ടുള്ള ഗുണങ്ങൾ നാം അവിടെ വായിച്ചു. അനേകം വേദഭാഗങ്ങൾ ഇനിയും ഉണ്ടെങ്കിലും സമയത്തിൻ്റെ കുറവ് കാരണം 1-2 ഭാഗങ്ങൾ മാത്രമാണ് നാം എടുത്ത് വായിച്ചത്. നാം ധ്യാനിച്ചത്, വായിച്ചത് എന്തൊക്കെയാണ്? സർവശക്തനായിട്ടുള്ള ദൈവമാണ്. ഗോഡ് ഈസ് ഓൾ പവർഫുൾ ഗോഡ്. എല്ലാത്തിൻ്റെയും കാരണഭൂതനായിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും തുടക്കമായിരിക്കുന്ന സോഴ്സ് ഓഫ് ഓൾ തിങ്സ്, അതാണ് ദൈവം. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന, സസ്റ്റെയിൻ ചെയ്യുന്ന, പരിപാലിക്കുന്ന ദൈവമാണ്. മാത്രമല്ല സൃഷ്ടികർത്താവായ ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ കാര്യങ്ങളൊക്കെയും അനേകം വാക്കുകളിലൂടെ നമ്മുടെ സർവശക്തനായിട്ടുള്ള ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും വർണ്ണിക്കുവാനും നമുക്ക് തീർച്ചയായിട്ടും കഴിയും, യാതൊരു സംശയവുമില്ല. എന്നാൽ എൻ്റെ വിഷയം അതല്ല. ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആമുഖമായിട്ട് ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വരാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന ദൈവം നാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-ഉം 2-ഉം അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ സൃഷ്ടികൾ എല്ലാം കർത്താവ് സൃഷ്ടിച്ചു കഴിഞ്ഞ് ആഫ്റ്റർ ക്രിയേറ്റിംഗ് ഓൾ ബീയിങ്സ് ഏറ്റവും ഒടുവിൽ 6-ാം ദിവസം മനുഷ്യനെ കർത്താവ് സൃഷ്ടിച്ചു. നമുക്ക് ഏവർക്കും അറിയാം, വ്യത്യസ്തമായിട്ട് ഡിഫറെന്റ്ലി സ്പെഷ്യലി ആണ് കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ക്രിയേറ്റ് ചെയ്തത്, ഉണ്ടാക്കിയത്. എന്താണ് പ്രത്യേകത? ആ പ്രത്യേകതയെക്കുറിച്ചാണ് ഇന്ന് അല്പസമയം ഒന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനാമുഖമായിട്ട് ഈ പറഞ്ഞ വാക്യങ്ങൾ, ഈ വായിച്ച വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സകല ചരാചരങ്ങളെയും ഈ ലോകത്തെയും നാം ദൃശ്യമായിട്ടുള്ളതും അദൃശ്യമായിട്ടുള്ളതും നിയന്ത്രിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതിന് യാതൊരു സംശയവുമില്ല. ആ ഒരു ദൈവത്തെയാണ് സഭയായിട്ട് അല്പസമയം മുമ്പ് നാം ആരാധിക്കുവാൻ കടന്നു വന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. ആ ഒരു സൃഷ്ടിയിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നമുക്ക് ഏവർക്കും അറിയാം. പക്ഷെ അതിലൂടെയാണ് നാം ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടിരിക്കുന്നത്. എന്താണ് പ്രത്യേകത? മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ when God created man, there was one
ബിഗ് ഡിഫറൻസ്, വലിയൊരു വ്യത്യാസമുണ്ട്. മറ്റ് ജീവജാലങ്ങൾ അവർക്കില്ലാത്തതായിട്ട് ഒരു വലിയ വ്യത്യാസം നമുക്ക് ഏവർക്കുമുണ്ട്. നാം ഇതറിയാവുന്ന വസ്തുതയാണ്. എന്താണത്? നമുക്ക് സ്വയമേ ചിന്തിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇച്ഛ നമുക്കുണ്ട്. There is a free will given to each and every one of us. നമുക്ക് എല്ലാവർക്കും ചിന്തിക്കുവാനുള്ള സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇച്ഛയുണ്ട്. അതെന്താണ് അതിന്റെ പ്രത്യേകത? നാം നേരത്തെ വായിച്ചു ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായം, കൊലോസ്യർ 1-ാം അധ്യായം, വേറെ പല ഭാഗങ്ങൾ നമുക്ക് ലേഖനങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സകല പ്രപഞ്ചത്തെയും ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ കർത്താവിനുള്ളത്. നമ്മുടെ കർത്താവിന്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്, ഫൗണ്ടേഷണൽ ആട്രിബ്യൂട്ട് ഇതാണ്. കർത്താവ് ഓൾമൈറ്റി ഗോഡ് ആണ്, സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. സകലത്തെയും നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്ന, അതിന് കഴിവുള്ള, അതിന് യോഗ്യനായിരിക്കുന്ന ഒരു ദൈവമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദൈവം പ്രത്യേകമായിട്ട് 6-ാം ദിവസം മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ, ഉണ്ടാക്കിയപ്പോൾ എന്താണ് അവിടെ കൊടുത്തത്? സ്വതന്ത്രമായിട്ട് ചിന്തിക്കുവാനുള്ള, തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഇച്ഛ, ഒരു സ്വാതന്ത്ര്യം തനിക്ക് കൊടുത്തു. അതാണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത്. എൻ്റെ ഈ ഒരു മെസ്സേജിന്റെ ശീർഷകമായിട്ട്, ടോപ്പിക്കായിട്ട് ഞാൻ കൊടുത്തത് ഒരു വളരെ ഭയാനകമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിങ്ങനെയാണ്: ദ ഗ്രേറ്റസ്റ്റ് ഡേഞ്ചർ ഓഫ് എ ക്രിസ്ത്യൻ. ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, ദൈവമകനെ സംബന്ധിച്ച്, ദൈവമകളെ സംബന്ധിച്ച് ഏറ്റവും ഭയാനകമായിട്ടുള്ള അല്ലെങ്കിൽ അപകടമായിട്ടുള്ള ഒരു വസ്തുത ഉണ്ടെങ്കിൽ ഈ സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛയാണ്. ദിസ് ഈസ് ദ ഫ്രീഡം ഓഫ് ചോയ്സ്. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചോയ്സ് ചെയ്യുവാൻ പറ്റുക, തിരഞ്ഞെടുക്കുവാൻ പറ്റുന്നത് വളരെ ഭയാനകമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്നുള്ളത് നമുക്ക് താഴോട്ട് മുമ്പോട്ട് ചിന്തിക്കുവാൻ കഴിയും. എന്താണ് ഈ സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛ? വാട്ട് ഡു വി അണ്ടർസ്റ്റാൻഡ് ബൈ ദിസ് ടേം ഫ്രീ വിൽ? നിങ്ങൾ ഭവനത്തിൽ ചെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഗൂഗിളിന്റെ ഡെഫിനിഷൻ വരുന്നത്, ഫ്രീ വിൽ ഇസ് ദിസ്: the power of acting without the constraint of necessity or fate, the ability to act at one's own discretion. അവിടെ നാം വായിക്കുന്നത്, മലയാളത്തിൽ അത് തർജിമ ചെയ്ത് നമുക്ക് പറയുവാൻ സാധിക്കത്തുള്ളൂ, ആവശ്യകതയുടെയോ വിധിയുടെയോ നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുവാനുള്ള ശക്തി, അല്ലെങ്കിൽ സ്വന്തം വിവേചന അധികാരത്തിൽ പ്രവർത്തിക്കുവാനുള്ള കഴിവ്. അതാണ് ഫ്രീ വിൽ എന്ന് ലോകത്തിൽ ഡിക്ഷണറിയിൽ നാം കാണുന്നത്. എന്നാൽ കുറച്ചുകൂടെ ദൈവവിശ്വാസികൾ ആത്മീകമായിട്ട് ചിന്തിച്ചാൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം വായിച്ച കാര്യങ്ങളോട് ചേർത്ത് ചിന്തിച്ചാൽ നമുക്കിങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും. A more spiritual, more theist definition would be this: the power of acting without the constraint of God, the ability to act at one's own discretion. നമുക്കിങ്ങനെ ചിന്തിക്കുവാൻ സാധിക്കും, ദൈവത്തിന്റെ നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുവാനുള്ള ശക്തി, അല്ലെങ്കിൽ സ്വന്തം വിവേചനാധികാരത്തിൽ പ്രവർത്തിക്കുവാനുള്ള കഴിവ് കർത്താവ് ആ ഏദൻ തോട്ടത്തിൽ തന്നെ നമുക്ക് നൽകിയിരുന്നു. അതൊരു വളരെ വിശേഷമേറിയ കാര്യമാണ്. സ്വതന്ത്രമായിട്ട് ഉള്ള ഇച്ഛ, നമുക്ക് ഫ്രീഡം ഓഫ് ചോയ്സ്, നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ള ആ സ്വാതന്ത്ര്യം കർത്താവ് ആരംഭത്തിൽ തന്നെ നൽകിയിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കട്ടെ, അത് കഴിഞ്ഞ് സംഭവിച്ച കാര്യങ്ങളൊക്കെയും വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. എത്ര ഭയാനകമായിട്ടുള്ള കാര്യങ്ങളാണ്. നാം ചരിത്രത്തിൽ തന്നെ നോക്കുമ്പോൾ വളരെ ആ രീതിയിൽ നമ്മളെ ചരിത്രത്തെ തന്നെ രണ്ടായിട്ട് വിഭജിച്ച, അല്ലെങ്കിൽ കർത്താവിന് എത്രമാത്രം ശ്രമകരമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ ഉണ്ടായി എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്നും ദൈവവിശ്വാസികളായിട്ട് നാം ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട്, ദൈവത്തെ പിൻപറ്റുന്നവരായിട്ട് കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം ജീവിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു അപകടം അല്ലെങ്കിൽ വെല്ലുവിളിയായിട്ട്, ചാലഞ്ചായിട്ട് നിൽക്കുന്നത് ഇസ് ദിസ് ഫ്രീ വിൽ, ഇസ് ദിസ് ഫ്രീഡം ഓഫ് ചോയ്സ്. തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്നും കർത്താവ് എനിക്കും നമുക്ക് ഏവർക്കും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. നാം ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് ജീവിക്കുമോ? കാരണം കർത്താവിന്റെ ഒരു നിയമമുണ്ട്. കർത്താവിന്റെ നിയമം നാം ഈ വചനം, വേദപുസ്തകം വായിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, that God does not control our will. എൻ്റെ സ്വന്തം ആ ഒരു ഇച്ഛയെ, എൻ്റെ ആ തിരഞ്ഞെടുക്കുവാനുള്ള ശക്തിയെ കർത്താവ് കൺട്രോൾ ചെയ്യുന്നില്ല. കർത്താവ് നമ്മെ ഒരു റോബോട്ടായിട്ട് നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്
വളരെ പ്രത്യേകമായിട്ടുള്ള കാര്യമാണ്, വലിയ ഉത്തരവാദിത്തമാണ്, വലിയൊരു വെല്ലുവിളിയാണ്, ചാലഞ്ചാണ് ക്രിസ്തീയ ജീവിതത്തിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ നമുക്കുള്ളത്. Where did we get for the first time this freedom of choice? നാം ചിന്തിച്ചതുപോലെ ആദ്യമായിട്ട് നമുക്ക് എവിടെയാണ് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം, തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത്? ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ ആദാമിനും ഹവ്വയ്ക്കും സർവശക്തനായിട്ടുള്ള ദൈവം അത് കൊടുത്തിരുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ, അവിടെ എന്ത് സംഭവിച്ചു എന്ന് അറിയണമെങ്കിൽ, ഇന്ന് നമ്മുടെ ആത്മീക ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് അറിയണമെങ്കിൽ അതിലേക്ക് തന്നെ ഒന്ന് പോകേണ്ടത് അത്യാവശ്യമാണ്. We need to go back to the Garden of Eden to understand how they exercised this free will, this freedom of choice. ഇത്തരത്തിലുള്ള ആ സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള, തിരഞ്ഞെടുക്കുവാനുള്ള അവരുടെ ആ ഒരു കഴിവിനെ, അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യത്തെ അവരെങ്ങനെയാണ് ഉപയോഗിച്ചത്, അതിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. വളരെ പരിചയമുള്ള ഭാഗങ്ങളാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നാം വളരെ ശ്രദ്ധയോടെ ആ വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ആ ഏദൻ തോട്ടത്തിലേക്ക് നമുക്ക് പോകാം. 3-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാം വാക്യം പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കാം. Genesis chapter 3 and verse 1. മതി. അതിന്റെ 1-ാം ഭാഗത്ത് നാം വായിച്ചു, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ ആ മൃഗങ്ങളിലും ഏറ്റവും കൗശലമേറിയത് പാമ്പ് ആയിരുന്നു. ആ വിഷയങ്ങളൊക്കെയും നമുക്കറിയാം. എന്നാൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്വതന്ത്രമായിട്ട് ആ ചിന്തിക്കുവാനുള്ള, തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ള ഹവ്വയും ആദാമുമാണ് ആ ഏദൻ തോട്ടത്തിലുള്ളത്. അവരുടെ അടുത്തേക്കാണ് ഈ പാമ്പ് കടന്നു വരുന്നത്. അതാണ് ആദ്യമായിട്ട് ഞാൻ ഒന്ന് ചിന്തിക്കുവാൻ, ഒന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം. പാമ്പ് ആ രീതിയിൽ കടന്നു വരുന്ന ഒരവസ്ഥ. നാം ദൈവത്തെ വിശ്വസിച്ച് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ക്രിസ്ത്യാനികളായി, ദൈവവിശ്വാസികളായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്, യാതൊരു സംശയവുമില്ല. എന്നാൽ അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത് നാം മറന്നു പോകുവാനുള്ള സാധ്യതയുണ്ട്. പാമ്പ് വളരെ കൗശലത്തോടെ കടന്നു വന്നു. 2 സത്യങ്ങൾ ഇന്നും ആ പാമ്പ് ജീവനോടെ ഉണ്ട്. Satan still exists. ഇന്നും ആ പിശാച്, ആ ശത്രു ജീവനോടെ നമ്മുടെ മധ്യേ ഉണ്ട്. നാം മറ്റൊരു സ്ഥലത്ത് വായിക്കുന്നു, ഈ ലോകത്തിന്റെ അധികാരം, ഈ ഭൂലോകത്തിന്റെ അധികാരം ആ പിശാചിനാണ് ഇപ്പോഴും ഉള്ളത്. ആ പാമ്പ് ജീവനോടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ വളരെ വാഞ്ചയോടെയാണ് കാത്തിരിക്കുന്നത്. ഒന്നാമത്തെ ഒരു ലേണിംഗ് ഇതിലൂടെ നാം ചിന്തിക്കേണ്ടത്, ഹവ്വയുടെ അടുത്ത് ആ പാമ്പ് വന്നപ്പോൾ പാമ്പ് ഇന്നും നമ്മുടെയൊക്കെയും മധ്യത്തിൽ കടന്നു വരുവാൻ, പിശാച് കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. നാം ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ, സ്വതന്ത്രമായിട്ട് നാം ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, നമ്മുടെ ആ ഇച്ഛ നാം ഉപയോഗിക്കുമ്പോൾ, നാം ചിന്തിക്കേണ്ട വിഷയം, Satan still exists. He is still living. ഇന്നും ആ പിശാച് ജീവനോടെ ഉണ്ട്. ആ പിശാചിന്റെ ഒരു പ്രത്യേകത അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പാമ്പ് കൗശലമേറിയ ഒരു ജീവിയാണ്. ആ രീതിയിലുള്ള ഒരു ജന്തുവാണ് ഈ പാമ്പ്. അന്ന് ആ ഒരു പാമ്പിനെ കുറിച്ച് അങ്ങനെയാണ് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം, പിശാച് എന്ന് പറയുന്നത് ദൈവദൂതനായിരുന്നു. ദൈവദൂതൻ എന്ന് പറയുമ്പോൾ അത്രമാത്രം ബലവും ശക്തിയും കഴിവും, ചിന്തിക്കുവാനുള്ള, നമ്മളെ വീഴ്ത്തുവാനുള്ള, നമ്മളെ ഏത് രീതിയിൽ ആക്രമിക്കണം എന്ന് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഒരു പിശാചാണ് ഇവിടെ ഉള്ളത്. ആ പിശാചിന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം ഇതാണ്, ഈ സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ, തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തീരുമാനങ്ങൾ തന്റെ വഴിക്ക് നീക്കുവാൻ ഇന്നും ആ പിശാച് ജീവിക്കുന്നു. 2, അതെങ്ങനത്തെയാണ് കഴിവുള്ളത്? ഹി ഈസ് സട്ടിൽ ആൻഡ് ക്ലെവർ. വളരെ കൗശല്യമേറിയ, വളരെ ബുദ്ധിയേറിയ, ഏത് രീതിയിൽ നമ്മളെ വീഴ്ത്തണമെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ഒരു ശക്തിയാണ്, ഒരു ശത്രുവാണ് നമുക്ക് ഈ ലോകത്തിൽ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുമ്പോൾ ഉള്ളത്. വ്യക്തമായിട്ട് എന്നെ കുറിച്ച് അറിയാവുന്ന, ഞാൻ എന്നെ കുറിച്ച് അറിയാത്ത രീതിയിൽ പോലും എന്നെ പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു ശക്തിയാണ് ഈ പിശാച് എന്ന് പറയുന്നത്. ദൈവം കഴിഞ്ഞ രണ്ടാമത് ശക്തിയുള്ളത് ഈ പിശാചിനാണ്. വളരെ ശ്രദ്ധയോടെ നാം ആയിരിക്കണം. സ്വതന്ത്രമായിട്ട് തിരഞ്ഞെടുപ്പ് നാം എടുക്കുമ്പോൾ, തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് നൽകിയിട്ടുണ്ട്, യാതൊരു സംശയമില്ല. എപ്പോഴും ഓർത്ത്
ഓർത്തു വെക്കുക, Satan is there. പിശാച് ഇവിടെയുണ്ട്, നമ്മുടെ മധ്യയുണ്ട്, നമ്മുടെ മനസ്സുകളിൽ അത് പ്രവർത്തിക്കുവാനുള്ള സാധ്യതയുണ്ട്. പിശാച് വളരെ കൗശലമുള്ള, വളരെ ബുദ്ധിയേറിയ ഒരു ജന്തുവാണെന്ന് നാം ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. 1-ാം വാക്യം തന്നെ 3-ാം അധ്യായം അതിന്റെ 2-ാം ഭാഗവും നാം വായിച്ചു. നാം പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ. അവിടെ നാം വായിച്ച ഇങ്ങനെയാണ്, He said unto the woman, Yeah, God has said, Ye shall not eat of every tree of the garden. 2-ാമത്തെ കാര്യം, ഈ പിശാചിനെ കുറിച്ച് നാം ചിന്തിക്കുന്നത് വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഈ പിശാചിന് ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അറിയാം. Satan very clearly knows what God Almighty has said. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവവചനത്തിൽ എന്തൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദൈവവചനത്തിന്റെ കൽപ്പനകൾ എന്തൊക്കെയാണ്, ദൈവമകൻ അല്ലെങ്കിൽ ദൈവമകൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്, ദൈവവചനങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മെക്കാട്ടിലും ആർക്കറിയാം? ഈ പിശാചിന് അറിയാം. അതാണ് നാം ചിന്തിക്കേണ്ടിയ മറ്റൊരു കാര്യം. മാത്രമല്ല, പിശാചിന് മറ്റൊരു കാര്യം അറിയാം. Satan also knows God's will. സർവശക്തനായിട്ടുള്ള ദൈവത്തിന്റെ ഹിതവും ഇച്ഛയും ഈ പിശാചിന് നന്നായിട്ട് അറിയാം. ഈ കാര്യങ്ങളൊന്ന് മനസ്സിലൊന്ന് ചിന്തിച്ച് നമുക്കൊന്ന് മുമ്പോട്ട് പോകാം. സ്വതന്ത്രമായിട്ട് നാം തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നാം ഓരോ ഘട്ടത്തിലും വരുമ്പോൾ, നാം ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ മനസ്സിലുള്ള കാര്യം? ഈ പിശാച് നമ്മുടെ മധ്യേ ഉണ്ടെന്ന് മാത്രമല്ല, ഈ പിശാചിന് വ്യക്തമായിട്ട് ദൈവവചനം അറിയാം. ദൈവവചനം നമ്മെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നതെന്ന് അറിയാം. ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് പിശാചിന് നമ്മെക്കാട്ടിലും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമ്മെ മാറ്റിക്കളയുവാൻ, അവിടെ നിന്ന് വിട്ടുപോകുവാൻ എല്ലാ സാഹചര്യങ്ങളും പിശാച് ഉണ്ടാക്കും. Satan knows God's word. Satan also knows God's will. ക്രിസ്ത്യാനികളായിട്ട്, വിശ്വാസികളായിട്ട് നാം ജീവിക്കുമ്പോൾ ഏദൻ തോട്ടം ഒരിക്കലും നാം മറക്കുവാൻ പാടില്ല. കാരണം എല്ലാം തുടങ്ങിയത് അവിടെയാണ്. പാപത്തിന്റെ ഉദ്ഭവം അവിടെയാണ്. അവിടെയാണ് സകല നാശവും തുടങ്ങിയത്. അതുകൊണ്ട് അതിലേക്ക് നാം മടങ്ങി പോകുമ്പോൾ, ആ വചനങ്ങൾ നാം വായിക്കുമ്പോൾ അത് ലാഘവത്തോടെ വായിച്ചു പോകാതെ ആ ഒരു ശത്രുവിന്റെ കഴിവിനെ കുറിച്ച് പൂർണ്ണ ബോധ്യത്തോടെ വേണം ഇന്നും ദൈവത്തെ അറിയുന്നവരായിട്ട് നാം ജീവിക്കാൻ. മുമ്പോട്ട് നമുക്ക് പോകാം. അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിക്കാം. ചാപ്റ്റർ 3 വേഴ്സ് 3. നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം. എത്രയോ അനുഗ്രഹമായിട്ടുള്ള വചനങ്ങളാണ് നാം വായിച്ചത്. 3-ാം വാക്യം, ദൈവം അവിടെ പറഞ്ഞ ചില കാര്യങ്ങളാണ് നാം വായിക്കുന്നത്. അവിടെ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഫ്രീഡം ഓഫ് ചോയ്സ്, തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ആണ് നമുക്കുള്ളത്. ആ വിഷയത്തിന്റെ ആധാരമാക്കിയാണ് നാം ഈ വാക്യങ്ങളൊക്കെയും വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നു, ആ ഹൗവ ആ സർപ്പത്തോട്, ആ പാമ്പിനോട് പറയുന്ന വാക്കുകളാണ് കർത്താവായ ദൈവം, ആ സൃഷ്ടികർത്താവായ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്. എന്നാൽ എന്നെ ശ്രദ്ധിച്ച വിഷയം ഇങ്ങനെയാണ്. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക, തൊടുകയും അരുത്. ഡോണ്ട് ഈവൻ ടച്ച് ഇറ്റ്. നാം പലപ്പോഴും ദൈവത്തിന്റെ വചനം പ്രാവർത്തികമാക്കുമ്പോൾ ആ ഒരു കൽപ്പനകൾ മാത്രം നാം അത് പരോക്ഷമായിട്ട് അതിന്റെ സൂപ്പർഫിഷ്യലി മാത്രമാണ് ചിന്തിക്കുന്നത്. കർത്താവിന്റെ മനസ്സ് പലപ്പോഴും നാം അറിയാറില്ല. ഇവിടെ കർത്താവ് പറയുന്നത് ആ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുത് എന്ന് മാത്രമല്ല, അതിനെ തൊടുകയും അരുത്. അതിന് അടുത്തേക്ക് പോയി അതിനെ തൊടാൻ പോലും പാടില്ല. അതുപോലും പാപമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് കർത്താവ് നമുക്ക് നൽകും. വാർണിംഗ്സ് in advance. God always gives us warnings in advance. തന്റെ വചനത്തിലൂടെ, തന്റെ ദാസന്മാരിലൂടെ കർത്താവ് വ്യക്തമായിട്ട് ചില മുന്നറിയിപ്പുകൾ നമുക്ക് നൽകാറുണ്ട്. അത് നാം ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. ഫ്രീഡം ഓഫ് ചോയ്സ്, തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് ചോദ്യം ചെയ്യുന്നില്ല. ഞാൻ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഞാൻ തന്നെയാണ് തെറ്റോ ശരിയോ തിരഞ്ഞെടുക്കേണ്ടത്. അവർ ഹൗവ തന്നെയാണ് ആ കാര്യം തീരുമാനിക്കേണ്ടത്. എന്നാൽ കർത്താവ് നേരത്തെ പറഞ്ഞിരുന്നു, അതിനെ തൊടുക പോലും അരുത്. കഴിക്കുന്ന കാര്യം പിന്നീടാണ്, തൊടാൻ പോലും പാടില്ല. നാം ഒരു കാര്യം അതിന്റെ അടുത്തേക്ക് പോലും പോകുവാൻ പാടില്ല. അതിന്റെ അർത്ഥം നാം മനസ്സിലാക്കുമ്പോൾ പാപത്തോടുള്ള ബന്ധത്തിൽ നാം അതിന്റെ ആദ്യത്തെ ചുവട് പോലും എടുക്കുവാൻ പാടില്ല. നോട്ട് ഈവൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ബിക്കോസ്
ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നാം തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു തീരുമാനം എടുക്കുവാൻ പോകുമ്പോൾ ആദ്യത്തെ ചുവട് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട്, നമ്മുടെ കാതുകൾ കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട് നാം ആദ്യത്തെ ആ ഒരു പടി എടുക്കുമ്പോൾ അത് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പ് ആയിരിക്കണം, ഒരു ചുവടായിരിക്കണം എന്നുള്ളത് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. ബിക്കോസ് വി ഹാവ് ദിസ് ഫ്രീഡം ഓഫ് ചോയ്സ്. നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് നൽകിയിട്ടുണ്ട്. ആ തിരഞ്ഞെടുപ്പ് ഞാനും നമ്മളേവരും ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. കർത്താവിന്റെ മുന്നറിയിപ്പ് ഈ വചനങ്ങളിലൂടെ കർത്താവ് നൽകിയിട്ടുണ്ട്. കർത്താവിന്റെ വചനം നാം വായിക്കുമ്പോൾ ഓരോ കാര്യത്തോട് എങ്ങനെ സമീപിക്കണം, എങ്ങനെ അതിനോട് പ്രതികരിക്കണം, എന്തൊക്കെ ചിന്തിക്കണം, എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം, എങ്ങനെ പറയണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് ഈ വചനത്തിൽ കർത്താവ് രേഖപ്പെടുത്തി നൽകിയിട്ടുണ്ട്. ഇൻ അഡ്വാൻസ് ഗോഡ് വാണ്ട്സ് us. മുന്നറിയിപ്പോടെ കർത്താവ് ചില കാര്യങ്ങൾ നമ്മോട് വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട് തൻ്റെ വചനത്തിലൂടെ, തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ. ആ കാര്യം ഹൗവയ്ക്ക് മനസ്സിലായില്ല, ആ കാര്യം ഹൗവ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ അവിടെ സംഭവിച്ചത്. ഇതിലൂടെ നമുക്ക് പഠിക്കുവാനുള്ളത് മാത്രം പറഞ്ഞാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. വീണ്ടും നാം മുമ്പോട്ട് പോകാം. അതിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാം. നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു ദൈവനാമത്തിന് മഹത്വം. കണ്ടേ, ആ ഒരു ഭാഗം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. വീണ്ടും ഒന്ന് വായിച്ചതേ ഉള്ളൂ. അവിടെ ശ്രദ്ധിക്കുക, ആദാം ആണ് രണ്ടാമത്തെ കഥാപാത്രം. താൻ എന്താണ് ചെയ്യുന്നത്? He took that, he ate, she took that. ഹൗവ അവിടെ ഫലം വാങ്ങിച്ചു, കഴിച്ചു. Gave also unto her husband with her and he did eat. ഈ ഒരേ ഒരു സെന്റൻസിൽ, ഒരേ വേഴ്സിൽ എത്ര വലിയ തെറ്റ്, എത്ര വലിയ പാപമാണ് വളരെ ലാഘവത്തോടെ സംഭവിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? മാൻസ് വിൽ, മനുഷ്യന്റെ ഇച്ഛ, സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛയാണ് അവിടെ പ്രാവർത്തികമാകുന്നത്. അതെങ്ങനെയാ സംഭവിച്ചത്? ഹൗവ കൊടുത്തു, ആദാം എടുത്തു, കഴിച്ചു. ഹൗവ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു നേരത്തെ 2-ാം വാക്യം 3-ാം വാക്യത്തിൽ. എന്നാൽ 6-ാം വാക്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ ഭാര്യ തന്റെ ഭർത്താവിന് ആ കാര്യം കൊടുത്തപ്പോൾ ഒരു ചോദ്യം പോലും ചെയ്യാതെ, ഒരു സംശയം പോലും ഇല്ലാതെ, യാതൊരു മടിയും കൂടാതെ വളരെ പെട്ടെന്നാണ് 2ാമത്തെ പാപം സംഭവിച്ചത്. നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാൻസ് വിൽ ഈസ് കണ്ടേജിയസ്, ഇറ്റ് സ്പ്രെഡ്സ് ഫാസ്റ്റ്. നമുക്കറിയാം, കൊറോണ വൈറസ്, നിപ വൈറസ് മൂലമുള്ള പല കാര്യങ്ങൾ നമുക്ക് ചുറ്റും നാം കണ്ടിട്ടുണ്ട്. വളരെ പെട്ടെന്നാണ് അത് വ്യാപകമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. അതിലും അപകടമാണ് ഇത്തരത്തിലുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛ. ഹൗവ അത് എക്സസൈസ് ചെയ്തു. ആദ്യമായിട്ട് ഹൗവ ആ തെറ്റ് ചെയ്തു, ആ പാപത്തിലേക്ക് പോയി, സ്വതന്ത്രമായിട്ട് ആ കാര്യം തീരുമാനിച്ചു. താൻ കഴിച്ചിട്ട് തൻ്റെ ഭർത്താവിനും ആദാമിനും കൊടുത്തു. ആദാം അവിടെ ഒരു ചോദ്യം പോലും ചെയ്യാതെ, കർത്താവ് പറഞ്ഞതൊന്നും ഓർക്കുക പോലും ചെയ്യാതെ, കർത്താവിനെ കുറിച്ചോ ദൈവവചനത്തെ കുറിച്ചോ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ആണ് അതേ വാക്യത്തിൽ വായിക്കുന്നത്, he took and he did eat. താൻ അത് വാങ്ങിച്ച് ഡയറക്റ്റ് കഴിക്കുകയാണ് ഉണ്ടായത്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, നാം കുടുംബങ്ങളായിട്ട് അതാത് സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ നാം ഏത് രീതിയിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്? ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി ഒരു തെറ്റായ തീരുമാനം എടുക്കുമ്പോൾ എത്ര പെട്ടെന്ന് അത് മറ്റ് കുടുംബാംഗങ്ങളിലേക്ക് അത് സ്പ്രെഡ് ആവാം എന്നുള്ളത് നാം ആലോചിക്കേണ്ട വിഷയമാണ്. We have to be very careful how my one single decision which I take through my free will, എൻ്റെ ഫ്രീഡം ഓഫ് ചോയ്സ് ഉപയോഗിച്ച്, തിരഞ്ഞെടുക്കുവാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ അത് എടുക്കുമ്പോൾ എൻ്റെ അടുത്തുള്ളവരെ, എൻ്റെ കുടുംബത്തെ, അല്ല എൻ്റെ സഭയെ, എൻ്റെ സമൂഹത്തെ അത് എത്ര പെട്ടെന്ന് ബാധിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് നാം എപ്പോഴും ചിന്തിച്ചു വേണം ആ തീരുമാനം എടുക്കാം. സമയം കുറവായതൊന്ന് മുമ്പോട്ട് പോകാം. അതിന്റെ 4-ാം വാക്യം വീണ്ടും നമുക്ക് വായിക്കാം. 4-ാം വാക്യം. അവിടെ പാമ്പ് അല്ലെങ്കിൽ പിശാച് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. There is no doubt, he shall not surely die. നിങ്ങൾ മരിക്കയില്ല, നിശ്ചയമായിട്ട് പറയുകയാണ്. സംശയങ്ങളൊന്നുമില്ല. ഹൗവയുടെ മനസ്സിൽ സംശയമുണ്ട്, എന്നാൽ പിശാചിന്റെ മനസ്സിൽ യാതൊരു സംശയമില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വരുത്തുമ്പോൾ നമുക്ക് പഠിക്കുവാനുള്ള വീണ്ടും ഒരു കാര്യം ഇവിടെ ഇതാണ്. Who is our surety while
ഡിസിഷൻ മേക്കിംഗ്? ഈ ഒരു ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കണം. ഒരു തീരുമാനം നാം എടുക്കുമ്പോൾ, അർത്ഥാൽ ഫ്രീഡം ഓഫ് ചോയ്സ് എക്സസൈസ് ചെയ്യുമ്പോൾ, നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നാം പ്രാവർത്തികമാക്കുമ്പോൾ, നാം ആരാണ്? നമ്മുടെ ഉറപ്പ്, നമ്മുടെ നിശ്ചയം ആരാണ്? ഹൂ ഈസ് ആർ ഷ്യൂരിറ്റി? ആരാണ് നമ്മുടെ നിശ്ചയം? എന്താണ് നമ്മുടെ നിശ്ചയം എന്നുള്ളത് നാം ചിന്തിക്കണം. ആർ വി ഷ്യൂർ റിഗാർഡിംഗ് ഗോഡ്സ് വിൽ, ഗോഡ്സ് വേർഡ് ആൻഡ് ഗോഡ്സ് പ്ലാൻസ്? നമുക്ക് ദൈവഹിതത്തെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച്, ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് വ്യക്തത മനസ്സിലുണ്ടോ എന്നുള്ളത് നാം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ തീരുമാനങ്ങൾ നാം എടുക്കുമ്പോൾ, ജീവിത സാഹചര്യത്തിൽ നാം ആയിരിക്കുമ്പോൾ, ദൈവവചനത്തെക്കുറിച്ച്, ദൈവഹിതത്തെക്കുറിച്ച്, ദൈവത്തിന്റെ പദ്ധതികളെക്കുറിച്ച് എനിക്ക് നിശ്ചയമുണ്ടോ? ഇല്ലെങ്കിൽ ആദ്യം നാം വായിച്ചതുപോലെ പിശാചിന്റെ ഈ ചോദ്യം നമ്മോടും വരാം. നിങ്ങൾ മരിക്കില്ല നിശ്ചയം എന്നുള്ളത് പിശാച് നമ്മോട് പറയുമ്പോൾ, ഒരു കുഴപ്പവുമില്ല നിശ്ചയം എന്ന് പിശാച് നമ്മോട് സംസാരിക്കുമ്പോൾ, ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പിശാച് പറയുമ്പോൾ, പലപ്പോഴും നമ്മുടെ നിശ്ചയം കുറഞ്ഞ് നാം അതിലേക്ക് വീണു പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. ഗാർഡൻ ഓഫ് ഈഡൻ, ആ ഏദൻ തോട്ടത്തിൽ സംഭവിച്ച ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വേദപുസ്തകത്തിൽ അത് ഇത്രയും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫ്രീഡം ഓഫ് ചോയ്സ് സ്റ്റിൽ എക്സിസ്റ്റ്. ഇന്നും നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് തന്നിട്ടുണ്ടെന്നുള്ളത് നാം എപ്പോഴും ഓർക്കണം. മുമ്പോട്ട് നമുക്ക് വായിക്കാം 6-ാം വാക്യം വീണ്ടും. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് പറിച്ചിരുന്നു, കർത്താവിന് കൊടുത്തു. ഇവിടെ നാം മറ്റൊരു കാര്യം വായിക്കുന്നു. മനുഷ്യന്റെ തീരുമാനങ്ങൾ, മനുഷ്യന്റെ ഇച്ഛ, മനുഷ്യന്റെ ആഗ്രഹം, മനുഷ്യന്റെ സ്വാതന്ത്ര്യം മനുഷ്യൻ ഉപയോഗിക്കുമ്പോൾ മനുഷ്യൻ എന്താണ് കാണുന്നത്? നാം നമ്മുടെ മാത്രമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചാൽ, ദൈവവചനം ചിന്തിക്കാതിരുന്നാൽ, മറ്റു കാര്യങ്ങളെ ഒന്നും ഫോക്കസ് ചെയ്യാതിരുന്നാൽ, സ്വാഭാവികമായിട്ട് നാം കാണുന്ന കാര്യങ്ങൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വുമൻ saw the tree was good for food and that it was pleasant to the eyes and a tree to be desired to make one wise. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ മനുഷ്യൻ ശ്രദ്ധിച്ചത്. മനുഷ്യൻ ശ്രദ്ധിച്ച വിഷയങ്ങൾ എന്തൊക്കെയാണ്? ആ ഭക്ഷണത്തിന് അത് നല്ലതാണ്, അതിന്റെ സൗന്ദര്യം നല്ലതാണ്, അറിവിന് നല്ലതാണ്, അത് കഴിക്കുമ്പോൾ പ്രതിഫലം ഉണ്ടാകും, നന്മകൾ ഉണ്ടാകും. ആ രീതിയിലുള്ള പുറമേയുള്ള കാര്യങ്ങളാണ് മനുഷ്യന്റെ ബുദ്ധിയിൽ, ഇച്ഛയിൽ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്ന വിഷയങ്ങൾ. വളരെ ശ്രദ്ധയോടെ നാം ഈ വിഷയങ്ങൾ വീക്ഷിക്കണം. നമ്മുടെ ജീവിതം ജീവിക്കുവാൻ കടപ്പെട്ടവരാണ്. ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്, ഏദൻ തോട്ടത്തിൽ ആ ഒരു തെറ്റ് സംഭവിച്ചു, അതിന്റെ പരിഹാരം കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് നൽകി. എന്നാൽ ഇന്ന് അതിന് പരിഹാരമൊക്കെ ലഭിച്ചവരായിട്ട് നാം ജീവിക്കുമ്പോൾ വീണ്ടും ഒരു മാർഗം അവിടെ ഇല്ല. വീണ്ടും ആ തെറ്റിലേക്ക് വീഴാനുള്ള യാതൊരു സാധ്യതയും നമുക്ക് ഇല്ല. ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നാം ഓർക്കുക, മനുഷ്യന്റെ കണ്ണുകൾ ഭക്ഷണത്തിലും സൗന്ദര്യത്തിലും അറിവിലും പ്രതിഫലത്തിലും ഒക്കെ ഈ ലോകപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് നിൽക്കുന്നത്. എന്താണ് ദൈവത്തിന്റെ ഹിതം? എന്താണ് ദൈവവചനം ആഗ്രഹിക്കുന്നത്? എങ്ങനെയായിരിക്കും ദൈവത്തിന്റെ ഇച്ഛ? ദൈവം എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്? ആ വിഷയങ്ങളെ കുറിച്ച് വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഏവർക്കും നന്നായിട്ട് അറിയാം. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ, ഞാൻ എൻ്റെ എല്ലാ ഓർഗൻസും യൂസ് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ വീക്ഷിക്കുമ്പോൾ, എൻ്റെ ബുദ്ധിയിൽ ഞാൻ ശ്രമിക്കുമ്പോൾ, എൻ്റെ സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛ മാത്രം ഞാൻ ഉപയോഗിക്കുമ്പോൾ, അതൊരിക്കലും ദൈവഹിത പ്രകാരമാകുവാൻ സാധ്യത ഇല്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ 6-ാം വാക്യത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് നാം പ്രാരംഭമായിട്ട് അല്പമായിട്ടൊന്ന് വായിച്ചായിരുന്നു. സർവശക്തനായിട്ടുള്ള ദൈവം, സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം, സകലത്തിൻ്റെയും കാരണഭൂതനായിരിക്കുന്ന, ഉടയവനായിരിക്കുന്ന ഒരു ദൈവം. ആ ദൈവം തൻ്റെ സൃഷ്ടിയുടെ തന്നെ മകുടമായിരിക്കുന്ന, ഏറ്റവും ഉന്നതമായിരിക്കുന്ന മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തനിക്ക് കൊടുത്ത ഒരു കാര്യമാണ് ഫ്രീഡം ഓഫ് ചോയ്സ്. നിനക്ക് തിരഞ്ഞെടുക്കാം, തുറന്ന് നിനക്ക് ആ കാര്യം തീരുമാനിക്കാം, ഫ്രീഡം ഓഫ് ചോയ്സ്. എന്നാൽ നാം മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഇതാണ്, അവർ ഗോഡ് ഈസ് എൻ അൺചേഞ്ചിങ് ഗോഡ്. മാറ്റമില്ലാത്ത ദൈവമാണ്. ആ ദൈവത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഈസ് എ സെലസ് ഗോഡ്. വളരെ തനിക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ
തനിക്കുള്ള കാര്യങ്ങൾ യാതൊരു രീതിയിലും അതിന് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത, അതിന് യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കാത്ത ഒരു ദൈവമാണ്. ഗോഡ് വിൽ നോട്ട് അക്സെപ്റ്റ് എനി കോംപ്രമൈസസ് ഓൺ ഹിസ് വിൽ. തൻ്റെ ഹിതത്തിനോട് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും നമ്മുടെ സ്വർഗസ്ഥനായിരിക്കുന്ന സർവശക്തനായിട്ടുള്ള ദൈവം ഒരിക്കലും തയ്യാർ ആവത്തില്ല. ഈ കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അങ്ങൊന്നും പോട്ടെ. ഞാൻ അങ്ങനെ പറയുമ്പോൾ അതിനർത്ഥം ഇതാണ്: തീർച്ചയായിട്ടും നമുക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് നൽകി. എന്നാൽ നാം ഇങ്ങനെ ചിന്തിക്കുക, അത് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയല്ല. എനിക്ക് സ്വാതന്ത്ര്യം നൽകി തന്നിരിക്കുന്നത് ഞാൻ എൻ്റെ രീതിയിൽ തീരുമാനം എടുക്കാൻ വേണ്ടിയല്ല. മറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കുവാനുള്ള സാഹചര്യം ഉള്ളപ്പോഴും ഇവൻ എൻ്റെ തീരുമാനങ്ങൾ എടുക്കും, അത് നടപ്പിലാക്കും. അത് മാത്രമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, വളരെ ഭയാനകം, അപകടം, വെല്ലുവിളിയാണ്. ഇറ്റ്സ് എ ചാലഞ്ച് ഫോർ ഓൾ ഓഫ് us. നമ്മോടുള്ള ഒരു വെല്ലുവിളിയാണ് ഈ കാര്യം. ദൈവത്തിന്റെ ഹിതം നാം സ്വതന്ത്രമായിട്ട് ചെയ്യണം. നമുക്ക് എന്തും തീരുമാനിക്കുവാനുള്ള സാഹചര്യം ഇന്നുമുണ്ട്. നാം ദൈവവിശ്വാസികളാണ്. തെറ്റും ശരിയും നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്നുമുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, കർത്താവ് യാതൊരു കോംപ്രമൈസസും ഇല്ല. എൻ്റെ ഹിതം അവിടെ നടക്കുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. അങ്ങനെ സംഭവിച്ചാൽ അപകടം മാത്രമാണ്, തിന്മ മാത്രമേ സംഭവിക്കത്തുള്ളൂ. എൻ്റെ ജീവിതത്തിൽ നാശം മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഫ്രീഡം ഓഫ് ചോയ്സ്, തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും കർത്താവ് നൽകിയിട്ടുണ്ട്. എന്നാൽ അത് കർത്താവിൻ്റെ ഹിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ വേണ്ടി ഒരിക്കലും കർത്താവ് അനുവദിക്കില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശോധനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നത്. കാരണം ദൈവത്തിന്റെ ഹിതം അതല്ലെങ്കിൽ കർത്താവ് നമ്മളെ നേർവഴി കൊണ്ടുവരും, കർത്താവിന്റെ ആ വഴിയിലേക്ക് കൊണ്ടുവരും, കർത്താവിന്റെ ഹിതത്തിലേക്ക് കർത്താവ് ഡെഫിനറ്റ്ലി കൊണ്ടുവരും. He wants genuine, sincere humans who would follow his will freely without force. യാതൊരു ബലവും പ്രയോഗിക്കാതെ, ഒരു റോബോട്ടിനെ നിയന്ത്രിക്കുന്നത് പോലെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്ന വളരെ ആത്മാർത്ഥമായിട്ടുള്ള കുറച്ച് മനുഷ്യ ജീവൻകളെയാണ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നത്. അതേസമയം our God is also a loving God. സ്നേഹമുള്ള ദൈവമാണ്, കൃപയുള്ള ദൈവമാണ്, ഗ്രേഷ്യസ് ഗോഡ് ആണ്, ലവിംഗ് ഗോഡ് ആണ്. അതുകൊണ്ടാണ് God gives us ample opportunities. പിന്നെയും അവസരങ്ങൾ നൽകും. നാം തെറ്റിപ്പോവും, ഞാൻ തെറ്റിപ്പോവും. നാം ഒരു ദിവസം തെറ്റിയാൽ അടുത്ത ദിവസം വീണ്ടും അവസരം നൽകും. അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും ക്ഷമിച്ച് കരുണയിൽ നമുക്ക് അവസരം നൽകിക്കൊണ്ടേ ഇരിക്കും. ടു ചൂസ് ദി റൈറ്റ് ഓപ്ഷൻ, ശരിയായിട്ടുള്ള തിരഞ്ഞെടുപ്പ് എടുക്കുവാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. ഏദൻ തോട്ടത്തിൽ അവർക്ക് ആ രീതിയിലുള്ള കൃപ ലഭിച്ചില്ല. എന്നാൽ ഇന്ന് കൃപായുഗത്തിൽ നാം ജീവിക്കുമ്പോൾ, ഈ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നാം അനുഭവിക്കുമ്പോൾ, കൃപയുടെ അനുഗ്രഹങ്ങൾ നാം അനുഭവിക്കുമ്പോൾ, നാം എത്രത്തോളം ദൈവത്തിന്റെ ഹിതത്തിന് അനുരൂപമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു, എത്രത്തോളം ദൈവം നമ്മിൽ പ്രസാദിക്കുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ട വിഷയമാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് നാം അത് വായിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ശബ്ദം കേട്ടു, ഇതെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ്. എന്താണ് കാരണം? തൻ്റെ പിതാവിന്റെ ഹിതം സ്വതന്ത്രമായിട്ട് തനിക്ക് തിരഞ്ഞെടുക്കുവാനുള്ള അവസരം ഉണ്ടായിരുന്നപ്പോൾ താൻ തിരഞ്ഞെടുത്തത് പിതാവിന്റെ ഹിതമാണ്, തൻ്റെ ഹിതമല്ല. തൻ്റെ ഹിതം അവിടെ തിരഞ്ഞെടുക്കുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യം മനുഷ്യനായിരിക്കുന്ന ദൈവമായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുണ്ടായിരുന്നു. എന്നാൽ താൻ തിരഞ്ഞെടുത്തത് പിതാവിന്റെ ഹിതമാണ്. ഇന്ന് ദൈവവിശ്വാസികൾ ഈ രീതിയിലുള്ള പദവിയിലേക്ക് കടന്നു വന്ന നമുക്കും ഈ സ്വാതന്ത്ര്യമുണ്ട്. നാം ഈ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, നമ്മുടെ ജീവിതങ്ങൾ നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യം ഓരോ നിമിഷവും നമുക്ക് നൽകിയിട്ടുണ്ട്. അതൊരു വെല്ലുവിളിയാണ്. ഇറ്റ്സ് ചാലഞ്ചിങ്, യെസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, അത് ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവാത്മാവിലൂടെ, ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, ഏദൻ തോട്ടത്തിൽ സംഭവിച്ച പിഴവുകൾ, ഏദൻ തോട്ടത്തിൽ സംഭവിച്ച തെറ്റുകൾ ആവർത്തിക്കാതെ
ദൈവഹിതം സ്വതന്ത്രമായിട്ട് നമ്മുടെ ഹിതത്തിലൂടെ നിറവേറ്റുവാൻ, ടു ഫുൾഫിൽ ഗോഡ്സ് വിൽ വിത്ത് ദിസ് ഫ്രീഡം ഓഫ് ചോയ്സ്. ഈ രീതിയിൽ നമുക്ക് ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്. ഇനിയും രക്ഷയുടെ ആവശ്യം നമുക്കില്ല. എന്നാൽ നാം സ്വർഗത്തിൽ പോകുമ്പോൾ പ്രതിഫലങ്ങൾ നമുക്കുണ്ട്. നാം സ്വർഗത്തിൽ പോകുമ്പോൾ കിരീടങ്ങൾ നമുക്കുണ്ട്. ഓരോ കിരീടവും, ഞാൻ ഇങ്ങനെ പറയട്ടെ, ഓരോ വിജയത്തിന് വേണ്ടിയായിരിക്കും, ഓരോ തിരഞ്ഞെടുപ്പിന് വേണ്ടിയായിരിക്കും, ഓരോ ഡിസിഷൻ മേക്കിന് വേണ്ടിയായിരിക്കും. അങ്ങനെ നാം തീരുമാനങ്ങൾ എടുത്ത് കർത്താവിന്റെ ഹിതം നിറവേറ്റുമ്പോൾ ഓരോ കിരീടങ്ങൾ അവിടെ നാം ചെല്ലുമ്പോൾ ഒന്നിച്ച് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ആ രീതിയിൽ നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കുവാൻ, ആ രീതിയിൽ നമുക്ക് സ്വതന്ത്രമായിട്ട് കർത്താവിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുവാൻ കർത്താവ് മുമ്പോട്ട് നമ്മെ സഹായിക്കുന്ന ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.